ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കഴിഞ്ഞ പഞ്ചാബിനെതിരെയുള്ള മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധ നിര താരമായ ഐബന് സ്ട്രൈറ്റ് റെഡ് കാർഡ് വഴങ്ങേണ്ടി വന്നിരുന്നു. ലിയോണിനെ ഗുരുതരമായി ഫൗൾ ചെയ്തു എന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു സ്ട്രൈറ്റ് റെഡ് കാർഡ് നൽകിയിരുന്നത്. പക്ഷേ അത് ഒരു യെല്ലോ കാർഡിനുള്ള വകുപ്പേ ഉള്ളൂ എന്ന് അപ്പോൾ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ അഭിപ്രായപ്പെട്ടിരുന്നു. ബ്ലാസ്റ്റേഴ്സ് അതിനെതിരെ അപ്പീൽ പോവുകയും അത് വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ റെഡ് കാർഡ് ഇപ്പോൾ പിൻവലിക്കപ്പെട്ടിട്ടുണ്ട്. അടുത്ത മത്സരത്തിൽ ഐബന് കളിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. റഫറിയുടെ തീരുമാനം തെറ്റായിരുന്നു എന്നുള്ളത് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ അച്ചടക്ക കമ്മിറ്റിയാണ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ ഒരു വിലക്ക് പിൻവലിച്ചിട്ടുള്ളത്. ഏതായാലും ഇതിനോട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ വളരെ രസകരമായ രൂപത്തിലാണ് പ്രതികരിച്ചിട്ടുള്ളത്. റഫറിയെ പുറത്താക്കണം, അല്ലെങ്കിൽ റഫറിക്ക് ഇതിന് ഒരു ബാൻ നൽകണം എന്ന് അഭിപ്രായപ്പെടുന്നവർ ഏറെയാണ്. അതേസമയം ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു അനുകൂലമായി കൊണ്ട് തീരുമാനമെടുത്തത് പലരെയും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ സന്ദീപ് സിംഗിന്റെ പ്രകടനം കാണേണ്ടതില്ലല്ലോ എന്ന് ആശ്വസിക്കുന്നവരും ഏറെയാണ്. ഏതായാലും ആരാധകരുടെ കമന്റുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. വാവ്, ISL നമുക്ക് അനുകൂലമായിക്കൊണ്ട് ഒരു തീരുമാനം ആദ്യമായി എടുത്തിരിക്കുന്നു. 2025 കൊള്ളാം. ഇതാണ് ഒരു ആരാധകന്റെ കമന്റ് ആയിക്കൊണ്ട് വരുന്നത്. അതിന് സമാനമായ മറ്റൊരു കമന്റ്, ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ നമുക്ക് അനുകൂലമായി ഒരു തീരുമാനം എടുത്തിരിക്കുന്നു. ഇതൊരു സ്വപ്നമായി കൊണ്ടാണ് എനിക്ക് തോന്നുന്നത്. ഇനി റഫറിക്കെതിരെ ഒരു ആരാധകൻ കമന്റ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്: റഫറിയെ 3 മത്സരങ്ങളിൽ നിന്ന് ബാൻ ചെയ്യുകയാണ് വേണ്ടത്. അവരും ഇതിന്റെ ഒരു അനന്തരഫലം അനുഭവിക്കണം എന്നാണ് ഒരു ആരാധകന്റെ അഭിപ്രായം. ഇത്തരം തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്ന റഫറിക്ക് ശിക്ഷകൾ ഒന്നുമില്ലേ എന്ന് ഒരു ആരാധകൻ ചോദിക്കുന്നുണ്ട്. അതേസമയം സന്ദീപ് സിംഗിന്റെ കുറിച്ചുള്ള ഒരു കമന്റ് ഉണ്ട്. സന്ദീപിന്റെ പ്രകടനം ഇനി കാണേണ്ടതില്ലല്ലോ, ആശ്വാസം എന്നാണ് ഒരു ആരാധകൻ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. അതേസമയം ലിയോൺ അഗസ്റ്റിനെ പരിഹസിച്ചുകൊണ്ട് ഒരാൾ രംഗത്ത് വന്നിട്ടുണ്ട്. അഭിനയമല്ല എന്നാണല്ലോ ലിയോൺ പറഞ്ഞത്, പിന്നെ എങ്ങനെയാണ് ഇത് സംഭവിച്ചത് എന്നാണ് ഒരാൾ പരിഹാസ രൂപേണ ചോദിച്ചിട്ടുള്ളത്. അതായത് ലിയോൺ അഗസ്റ്റിന്റെ പിറ്റേ ദിവസത്തെ ആ ഒരു സ്റ്റോറി നമുക്കെല്ലാവർക്കും അറിയാം, താൻ അഭിനയിച്ചിട്ടില്ല എന്ന് അദ്ദേഹം അവകാശപ്പെടുകയായിരുന്നു. ഏതായാലും അത് റെഡ് കാർഡിനുള്ള വകുപ്പില്ലായിരുന്നു എന്നുള്ളത് ഇപ്പോൾ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ തന്നെ സമ്മതിച്ചു കഴിഞ്ഞു. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.